വെൽക്കം ബാക്ക് ടു ജിനോ ബ്ലോഗ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിന്റെ 29ാമത്തെ സീസണിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൂറിസത്തിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഗ്ലോബൽ വില്ലേജ്. അത് എല്ലാ വർഷങ്ങളും ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൾച്ചറൽ ആൻഡ് ഷോപ്പിംഗ് കാർണിവൽ ഡെസ്റ്റിനേഷനാണ്. അതായത് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൂറായിട്ട് വല്ലതും ഇത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട മറ്റൊരു ഇതാണ്, അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഏകദേശം ഇവിടെ 20,000 ചില്ലുവാനം കാർ പാർക്കിംഗ് നമുക്കുണ്ട്, പ്ലസ് ആണ്. പിന്നെ അത് കൂടാതെ എവറി ഇയർ 10 മില്യൺ ആളുകളാണ് ഈ ഒരു പവലിയനിൽ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറൽ വില്ലേജിൽ അവർ വിസിറ്റ് ചെയ്യുന്നത്. അവര് അത്ര എവറി ഇയർ, ഈ വർഷവും അവരങ്ങനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോവാം. അതിനുള്ളിൽ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയനുകളുണ്ട്, ഒരുപാട് സ്വാദിഷ്ടമായ ആഹാരങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ദിർഹംസ് ആണ് ഒരാൾക്ക്. അപ്പോൾ ബാക്കി വിവരങ്ങൾ ഞാൻ അകത്ത് കയറിയിട്ട് പറയാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ മറക്കരുത്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രി ടിക്കറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഏരിയ ആണ്. ഒരുപാട് കൗണ്ടറുകളുണ്ട്. നിങ്ങളിവിടെ പൈസയോ അല്ലെങ്കിൽ കാർഡോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ടിക്കറ്റുകൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് പോകാവുന്നതാണ്. അല്ലെങ്കിൽ ടിക്കറ്റ് മെഷീൻ ഉണ്ട്, നിങ്ങൾക്ക് ടിക്കറ്റ് മെഷീനിൽ പോയി നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഇവിടെ വേണമെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ ചായക്കടയുണ്ട്, അത് നമ്മുടെ മലയാളികളുടെയാണ്. പിന്നെ അതിനുശേഷം ആ മെയിൻ എൻട്രൻസിൽ കൂടി കയറി ടിക്കറ്റ് കാണിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. എൻട്രൻസ് ഇതുവഴിയാണ് എൻട്രി ആവുന്നത്. കണ്ടില്ലേ, ഒരുപാട് ഇതുണ്ട്, കണ്ടോ? ഇതുവഴിയാണ് എൻട്രി ആവുന്നത്. നമ്മൾ കയറി വന്ന സ്ഥലമാണിത്. കയറി വന്ന എൻട്രിയും എക്സിറ്റും അടുത്തടുത്ത അപ്പുറവും ഇപ്പുറവുമാണ്. പിന്നെ നമ്മുടെ ഈ സൈഡിൽ 360 വ്യൂവിൽ കാണുമ്പോൾ റെഡ് കളറിലുള്ള ചൈനീസിൻ്റെ ഇതാണ്, കൾച്ചറലായിട്ടുള്ള ഇതാണ്. അവിടെ നമുക്ക് ട്രോളിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾക്ക് മുന്നോട്ട് പോകുന്തോറും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും. ഇത് ലണ്ടനിലെ ക്ലോക്ക് ടവറിന് പോലത്തെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ. പിന്നെ ഡബിൾ ഡെക്കർ ബസ്, അങ്ങനെ വേൾഡിലെ മെയിനായിട്ടുള്ള അട്രാക്ഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ ഈ മെയിൻ എൻട്രൻസിൽ തന്നെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോപ്പിംഗ് ട്രോളി അവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ വേൾഡിലെ നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതോരോ റെസ്റ്റോറൻറ്റുകളും മസാജ് സെന്ററുകളെ, അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികൾ ഇതിനുള്ളിലുണ്ട്. ഇത് തായ് മസാജാണ്, കണ്ടോ? തായ് മസാജുകൾ, ലേഡീസ് സെക്ഷൻ ഉണ്ട്, മെൻസ് സെക്ഷൻ ഉണ്ട്, കണ്ടോ? ഇത് ഇവിടുത്തെ ഈഫൽ ഗോപുരമാണ്, കണ്ടില്ലേ? ആളുകളെ കണ്ടു. ഇവിടെ ഈ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡുകളിലും ആളുകൾ
തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, കണ്ടില്ലേ രണ്ട് സൈഡിലും. പിന്നെ അതുകൂടാതെ ഇതിന്റെ കച്ചവടക്കാരാണെങ്കിൽ രണ്ട് സൈഡിൽ നമ്മളെ വിളിക്കുന്നുണ്ട്. ഇത് അറബ് സ്വീറ്റ്സ് ആണ്, കണ്ടില്ലേ. അറബ് സ്വീറ്റാണ് നമ്മൾ ഈ കാണുന്ന ഈ കടയെന്ന് പറയുന്നത്. അവിടെ ഈ അറബിക് കൾച്ചറായിട്ടുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസുകളുണ്ട്. അത് നമ്മുടെ കണ്ണിനെ എന്താണ് പറയുന്നത്, കുളിർ അണിയിക്കുന്ന കാഴ്ചകളാണത്. നമ്മൾക്ക് കൂടുതൽ അവരുടെ ആ പ്രസൻറ്റേഷൻ, പിന്നെ അതുകൂടാതെ ആ വൃത്തി. ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ചയോ അല്ലെങ്കിൽ പൊടികളോ ഒന്നും വരാത്ത വിധത്തിലാണ് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾക്ക് എന്താണ് പറയുന്നത്, ആഹാരം കഴിക്കാനുള്ള ഒരു മൂഡ് തന്നെ അത് ക്രിയേറ്റ് ആകും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അറബിക് ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എല്ലാം. ഇത് കുവൈറ്റിന്റെ പവലിയനാണ്. കുവൈറ്റ്, യമന്, ബഹ്റൈൻ, ഇതെല്ലാം ഓരോ ഈജിപ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യമേ കുവൈറ്റിന്റെ പവലിയനിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. ഇതാണ് കുവൈറ്റിന്റെ പവലിയൻ. കുവൈറ്റിന്റെ പവലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുവൈറ്റിലെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ കൾച്ചർ സംബന്ധമായ എല്ലാവിധ ഫുഡിന്റെ ആണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം അവൈലബിൾ. അവരുടെ ടൂറിസത്തെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പവലിയനാണ്. അവരുടെ കൾച്ചറിനെ അവര് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് കൂടുതലും കടകളൊക്കെയാണ്, കണ്ടില്ലേ. പെർഫ്യൂം കടകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഏരിയ ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ വസ്ത്രങ്ങൾ. കുവൈറ്റിന്റെ നമ്മൾക്ക് ഒരുപാട് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രോളി തള്ളാൻ ആൾക്കാർ വരും. അതിനെല്ലാം നമ്മൾ പൈസ കൊടുത്താൽ മതി. നമ്മൾ പവലിയനുള്ളിൽ കൂടി പോകുമ്പോൾ എന്നാണ് ഈ കാണുന്നത് മസാലകളാണ്. നമ്മുടെ ഈ ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറേ തുണികൾ. ഈ എല്ലാ പവലിയനിലും കോമൺ ആയിട്ട് കാണുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളാണ്. പിന്നെ ആ രാജ്യങ്ങളിലെ ഈ മസാലകളും, പിന്നെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും, പിന്നെ ഈ നമ്മുടെ ചെരുപ്പുകൾ, പലതരത്തിലുള്ള ഷൂകൾ, ചെരുപ്പുകൾ, പിന്നെ പെർഫ്യൂംസ്. ഇതെല്ലാം പെർഫ്യൂമുകളെല്ലാം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ പവലിയനും അടുപ്പിച്ചടുപ്പിച്ചാണ്. അതായത് നമുക്കൊരു പവലിയനിൽ നിന്ന് തന്നെ മറ്റൊരു പവലിയനിലേക്ക് നമുക്ക് കടക്കാം. ഇതെല്ലാം ഓരോ അടുപ്പിച്ചടുപ്പിച്ചാണ്, ഓരോന്നും ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമുക്ക് ഒന്നിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ചുറ്റിത്തിരിഞ്ഞ് അതിൻ്റെ പുറത്തെത്തിയിട്ട് അടുത്ത പവലിയനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതാത് രാജ്യങ്ങളിലെ തുണിത്തരങ്ങളുണ്ട്, വ്യത്യസ്തപരമായ തുണിത്തരങ്ങൾ. പിന്നെ കൂടുതലും നമുക്ക് പല ടൈപ്പിലുള്ള പെർഫ്യൂമുകളെ, അത്തറുകൾ, പിന്നെ ഈ അബയ ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ, മുസ്ലിംസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഇത് കിട്ടും. പിന്നെ അതുകൂടാതെ ഈ ഓർണമെൻറ്റ്സുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചെരുപ്പുകൾ, പിന്നെ ഫുഡ്. അതായത് നമുക്ക് ഓരോ രാജ്യങ്ങളിലെ കൾച്ചർ അനുസരിച്ചുള്ള ഫുഡുകൾ നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഒലിവിൻ്റെ പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒരുപാട് ജ്യൂസുകൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ പല കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറുകൾ കൊണ്ടോ കണ്ടു തീർക്കാൻ നമുക്ക്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. നമ്മൾ ഈ ചിലപ്പോൾ 2-3 ദിവസമായിട്ടൊക്കെ വന്നു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതെല്ലാം കണ്ടു പോകാവുന്ന ഒരു കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ നമ്മളെ ഒരിക്കലും മടുപ്പിക്കില്ല. ഈ പവലിയനിലെ കാഴ്ചകൾ
നമുക്ക് അറിവും വിനോദവും എല്ലാം തരുന്ന ഈ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ എന്താണ് പറയുന്നത്, കൂടുതൽ അറിവുകളുമൊക്കെ തന്ന് നമ്മളെ പിടിച്ചിരുത്തുക. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്ന് പല രാജ്യങ്ങളിലെ കൾച്ചർ ഒരു ദിവസം കൊണ്ട് കാണുക, ആസ്വദിക്കുക. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഒരു വികാരം കൂടിയാണ്. പെർഫ്യൂമുകളൊക്കെ ഒരുപാട് ടൈപ്പിലുള്ള വെറൈറ്റികളാണ്. അത് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ UAE വിസിറ്റിന് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. ഇതൊരു തുർക്കിഷ് ഐസ്ക്രീമാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് അവരുടെ തുർക്കിഷ് ഐസ്ക്രീം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് നമുക്ക് തരത്തില്ല. ഇവർ കുറേയേറെ നമ്മളെ അവരുടേതായ കുറേ പരിപാടികളുണ്ട്. നമ്മളെ കളിപ്പിച്ച് അവർ, ഇതൊരു വിനോദ പരിപാടിയാണ്. അത് കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് അവരോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഈ തുർക്കിഷ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല എൻ്റർടൈൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് തരുന്നത്. ഡൊണ്ടൂർമ അങ്ങനെയാണ് അതിൻ്റെ ഒരു പേര്. ആ ഒരു ഐസ്ക്രീമിൻ്റെ അതിൻ്റെ ഐസ്ക്രീമിൻ്റെ നമ്മൾ കഴിക്കുന്ന അതിൻ്റെ ഒരു പേര് അതാണ്, ഡൊണ്ടൂർമ എന്നാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കൂടുതലും വൈറ്റ് ഫ്ലേവറുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സ്ട്രെച്ചി ടൈപ്പാണ്. ഒരു എന്താണ്, നല്ല ടെക്സ്ചറാണത്, നല്ല രുചിയാണ്, ഒരു ചൂയി ടൈപ്പാണ്. അത് ഒരിക്കലെങ്കിലും നിങ്ങളത് കഴിക്കാൻ നോക്കിയാലേ അതിൻ്റെ ആ ടേസ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇന്ന് യമന്റെ പവലിയനിലേക്ക് പോവാണ്. യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൾച്ചറുകള്, അവരുടെ സംബന്ധമായ വസ്ത്രങ്ങള്, അവരുടെ ഫുഡ് ഇതെല്ലാം നമ്മൾ ആവശ്യം പോവാണ്. യമൻ പവലിയനിൽ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അവിടെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തേനാണ്. അവിടുത്തെ തേനിനൊരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കൂടുതലും വരുന്ന തേനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ യമനിൽ നിന്നൊക്കെ വരുന്ന കൂടുതലും തേനുകളാണ്. ഇത് മസാലകളിൽ തന്നെ ഈ നോക്കിക്കേ പല പല വെറൈറ്റികളായിട്ടുള്ള മസാലകളാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോർമലായിട്ടുള്ള ഗരം മസാലകളുടെ മിക്സ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഗോതമ്പ്, ബാർലി, കടുക്, പിന്നെ അതുകൂടാതെ തന്നെ ഈ ഉപ്പിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള വെറൈറ്റികൾ, പിന്നെ കുന്തിരിക്കം, പിന്നെ അതുകൂടാതെ ഏലക്ക, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ഈ ചിയ സീഡ്, ജീരകം എന്നിങ്ങനെയുള്ള ഒരുപാട് ഈ ഉണങ്ങിയ ഇഞ്ചികൾ, പിന്നെ ഉണങ്ങിയ ഫ്രൂട്ട്സുകളുണ്ട്. അതൊക്കെ അവർ വെച്ചിരിക്കുന്ന ഒരു പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വൃത്തിയും വെടിപ്പും അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നമ്മളെ ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നതെല്ലാം. അതായത് വരുന്ന ആളുകൾക്ക് അത് നല്ല ഹൈജീനിക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ വെച്ചേക്കുന്ന ഓരോ ട്രേയും സെപ്പറേറ്റാണ്. മഞ്ഞളിൻ്റെ ആണെങ്കിലും കറുവാപ്പട്ടയാണെങ്കിലും എല്ലാം അതിൻ്റേതായ രീതിയിൽ വൃത്തിയിലും വെടുപ്പിലും അവർ ഒരു ഇതും കോംപ്രമൈസും ഇല്ല. കാര്യം അതേ രീതിയിലാണ്. കണ്ട, ഹണിയാണ് അവിടെ. അത് യമൻ്റെ ഹണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പോപ്പുലറാണ്. നമ്മൾ മിക്കവാറും മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യമൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഷോപ്പുകൾ പോലെ കാണാം. അതെല്ലാം വരുന്ന ഹണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് സാമ്പിളൊക്കെ തരും കഴിക്കാൻ. അത് പല വെറൈറ്റികളാണ്. നമ്മൾ വലിയ തേന, ചെറിയ തേന എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളാണ്. നമുക്ക് അവർ സാമ്പിൾ നമുക്ക് തരും. അത് ഫുള്ള് എനിക്ക് തോന്നുന്നു ഈ പവലിയനിൽ തേനിൻ്റെയും ഈ മസാലകളുടെയും ഒരു ഇതാണ്. ഒരുപാട് ചെറിയ ചെറിയ ധാന്യങ്ങൾ, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പെർഫ്യൂംസുകൾ, പിന്നെ പഴയ കാലത്തെ ആഭരണങ്ങൾ, പുതിയ കാലത്തെ ആഭരണങ്ങൾ, പിന്നെ കത്തികൾ, അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. കല്യാണങ്ങൾക്കൊക്കെ പണ്ട് ആൻറ്റിക് പീസുകളെല്ലാം ഉണ്ട്. ആൻറ്റിക് പീസുകളാണേലും എല്ലാം നിറഞ്ഞ ഒരു ഇതെവിടെ നോക്കിക്കേ, വാളുകൾ തന്നെ എത്ര വെറൈറ്റികളായിട്ടുള്ള വാളുകളും ഇത് ആഭരണങ്ങളും ഒക്കെയാണ് നോക്കിയാൽ. സിൽവറായിട്ടുള്ള ആഭരണങ്ങളുണ്ട്, കണ്ടില്ലേ, എല്ലാം ഭിത്തിയിലുണ്ട്. വാളുകൾ കണ്ടില്ലേ, വടിവാളുകൾ മുതൽ ചെറിയ കത്തികൾ വരെയുള്ള ഇതുണ്ട്. എല്ലാം ഭിത്തിയിൽ അവർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഏതൊക്കെ വെറൈറ്റികളാണ്. നമ്മൾ നാട്ടിൽ പറയത്തില്ലേ എസ്കത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പണ്ട്.
അത്രയുള്ള എല്ലാ ഷേപ്പിലുള്ള കത്തികളും ഇവിടെ കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് ഒരുങ്ങാൻ ആവശ്യമായ എല്ലാവിധ വളകളും മാലകളും എല്ലാം വെറൈറ്റികളായിട്ടുള്ള ഇതാണ്. കാര്യം നമ്മൾ കാണാത്ത ഡിസൈൻ ഉള്ളതെല്ലാം ഇവിടെ കിട്ടും. കാര്യം വേറൊരു രാജ്യത്തിൻ്റെ പവലിയനാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, വളരെ ട്രഡീഷണൽ വസ്ത്രങ്ങളാണിത്. കണ്ടോ, ഇത് ജ്യൂസുകളാണ്. ഹായ്, ഹൗ ആർ യു? Pomegranate. Betul madam, pintabak pero din sa bukti. Hello sir. Hi. മാതള നാരങ്ങയുടെ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ അവിടെ കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം ഉണ്ട്. Can I taste? Olive? Thank you. ഒലിവിന്റെ കായാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അവർ തന്ന ഒലിവുങ്കായാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നായിരുന്നു. ഇതിങ്ങനെ നമ്മൾ ഓരോ പവലിയനിൽ ചെല്ലുമ്പോഴും അവർ നമുക്ക് സാമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തരാറുണ്ട്. ഫുഡിൻ്റെ ആണെങ്കിലും. ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ നോക്കിക്കേ, ഇവിടെ തേനിൻ്റെ തന്നെ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറുകളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ മുന്നോട്ട് പോകുന്തോറും ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഓരോരോ വ്യത്യസ്തമായ ഷോപ്പുകളാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആൻറ്റിക് പീസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തുണികളുണ്ട്, ചെരുപ്പുകൾ. കൂടുതലും ഈ ഒരു യമൻ്റെ പവലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ കൊണ്ട് നിറഞ്ഞ അവർ മത്സരിക്കുകയാണ് നമുക്ക് തേൻ്റെ സാമ്പിൾ തരാൻ വേണ്ടിയിട്ട്. ഓരോ ഇതിൽ നിന്ന് നമുക്ക് അവർ സാമ്പിൾ തന്നുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കത് നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എന്താണ്ട് ഈ കാണുന്നത് കണ്ടോ, ഇത് ഓയിലിൻ്റെ കടകളാണ്. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൺമുന്നിൽ തന്നെ ഓയിൽ പ്രിപ്പയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിൻ്റെ മിഷൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ചക്ക് കണ്ടോ, അത് അതിൻ്റെ ഒരു മിഷനാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഓയിലാണ് ഇവിടെ കിട്ടുന്നത്. അതായത് കോമൺ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഒലിവ് ഓയിലുണ്ട്, അതവർ ചെയ്തു തരും. പിന്നെ അതുകൂടാതെ സൺഫ്ലവറിൻ്റെ ഉണ്ട്, പിന്നെ റോസ് ഓയിലുണ്ട്. ഈ കാണുന്ന പല കളറിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഓയിലാണ്. റോസ് ഓയില്, പിന്നെ ചില ഫ്രൂട്ട്സിൻ്റെ ഓയിലുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ എള്ളിൻ്റെ നല്ലെണ്ണയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കടുകിൻ്റെ ഓയിലുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓയിലാണ്. ഇതൊരു ഇവിടുത്തെ ഒരു കൽഭരണി പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ നല്ല വെയിറ്റാണത്. അത് കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴേ ഒരു രക്ഷയില്ല, നല്ല വെയിറ്റാണ്. ഇതൊക്കെ പാരമ്പര്യ ഇത് കാത്തു സൂക്ഷിക്കുന്ന ടൈപ്പിലുള്ള പാത്രങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നല്ല വെയിറ്റ് ഉള്ളതല്ലേ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കണ്ടതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങളും മസാലകളും, പിന്നെ ഈ മാഗി മസാലകളുണ്ട്. അതൊക്കെ നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാം. ഗരം മസാലകളുണ്ട്, ഈ കാണുന്ന ബാർലി, അങ്ങനെ ഓരോ ചിയ സീഡ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കടുക്, ജീരകം, അങ്ങനെ പല ടൈപ്പിലുള്ള നമ്മൾ പോലും കാണാത്ത ടൈപ്പിലുള്ള മുളകുകൾ തന്നെ എത്ര വ്യത്യസ്ത ടൈപ്പിലുള്ളതുണ്ടെന്നറിയാം. പിന്നെ ഏലക്ക, പിന്നെ മഞ്ഞൾ, അതിൻ്റെ ഓരോ പിന്നെ ഉണങ്ങിയ നാരങ്ങ. അങ്ങനെ ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഈ മുളകിൻ്റെ സൈസ് നമ്മളിതുവരെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, വളരെയധികം നമ്മൾ പോലും കാണാത്ത ടൈപ്പിലുള്ള മുളകുകളാണ് ഇവിടെ ഉള്ളത്. ആ മുളകിൻ്റെ തന്നെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചില ഫ്രൂട്ട്സിൻ്റെ കട്ടിയായിട്ടുള്ള, പിന്നെ ഇത് ഒനിയൻ, സവാള വറുത്തത് ഇതായിട്ടുള്ളത്, ഡ്രൈ ആയിട്ടുള്ളത് കിട്ടും, ഗ്രാമ്പൂ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള, പിന്നെ കുന്തിരിക്കം, പിന്നെ ഉപ്പുതിൻ്റെ തന്നെ വെറൈറ്റികൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സ്പൈസസ് എല്ലാം ചേർന്ന ഒരു പവലിയനാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബോസ്നിയൻ ഹൗസ് എന്ന് പറയുന്ന ചെറിയൊരു
റെസ്റ്റോറൻ്റ് ആണ്, ചെറിയൊരു റെസ്റ്റോറൻറ്റ്, നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലെ പറയുന്ന. ഇവിടെ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ട് ഡോഗ് പോലത്തെ ഉള്ള, അതായത് നമ്മുടെ ഈ ഇറച്ചികൾ ചുട്ട് അങ്ങനത്തെ ഇതാണ്. അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിൽ വെച്ച് അതിനെ മയണൈസും ഒക്കെ ഒഴിച്ചിട്ട് അത് തരുന്നൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇത് ബോസ്നിയൻ ഹൗസ് എന്ന് പറയും. ഇത് അവിടുത്തെ വേറൊരു ഫ്ലേവറാണ് ഇവിടുത്തെ ഫുഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതെല്ലാം ഓരോ എക്സ്പീരിയൻസാണ്. നമ്മളിനി അടുത്ത പവലിയനിലേക്ക് പോവാണ്. ഒരുപാട് പവലിയനുകളുണ്ട്. നമ്മൾ വീഡിയോയിൽ എല്ലാ പവലിയനിലും നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് എല്ലാ പവലിയനും പേരെടുത്ത് പറയാതെ തന്നെ നമ്മൾ ഓടിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ അടുത്ത പവലിയനിൽ വന്നു കഴിഞ്ഞപ്പോൾ പെർഫ്യൂമുകൾ, അത് കോമൺ ആയിട്ടുള്ള എല്ലാ പവലിയനിലും മെയിൻ എൻട്രൻസിൽ, എസ്പെഷ്യലി നമ്മൾ ഈ GCCയുടേതായിട്ടുള്ള കുവൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിൽ മസാലകൾ കാണും, ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സുകൾ കാണും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പെർഫ്യൂംസ്, തേന്, വസ്ത്രങ്ങൾ, ഇത് കോമൺ ആയിട്ടുള്ള ഇതാണ്. പിന്നെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തായ്ലൻഡ്, ചൈന പവലിയനിലൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടെ വെറൈറ്റികളായിട്ടുള്ള ഇത് വരുന്നത്. അത് വേറൊരു കൾച്ചറാണല്ലോ. അപ്പം ഇവിടെ വരുമ്പോൾ അറബ്സിന് ഇഷ്ടമുള്ള അവർ വസ്ത്രം ധരിക്കുന്നതായിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ആ കടകളൊക്കെ പിന്നെ മിക്സ് ആയിട്ടുള്ള ഇതാണല്ലോ, മസാലകളുടെ കടകൾ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിരിക്കും തുണിയുടെ കടകൾ, പെർഫ്യൂമുകൾ, ഇതിങ്ങനെ. അപ്പം നമ്മൾ ഈ പവലിയനിൽ നിന്ന് നമ്മൾ പുറത്തു പോവാണ്. നമ്മൾ ഈ ക്യാമറ എങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞാലും, അത് ഏത് ഡിഗ്രിയിൽ പിടിച്ചെന്ന് പറഞ്ഞാലും, അത് ആ ലൈറ്റിൻ്റെ ആ മനോഹാരിത കാണാനായിട്ടൊരു രസമാണ്. ഈ കാണുന്ന ഈജിപ്തിൻ്റെ പവലിയനാണ്. നമുക്കിനി ഈജിപ്തിൻ്റെ പവലിയനിലേക്ക് പോവാം. ഈ കാണുന്ന രൂപം കണ്ടില്ല, നമുക്കിത് കാണുമ്പോഴേ അറിയാം ഈജിപ്തിൻ്റെതായ രീതിയിലുള്ള ഒരു സിമ്പലാണത്. അതായത് മമ്മിയും പഴയ കാലത്തെ തുത്തൂഖാൻ്റെ ഇതും എല്ലാം ചേർന്നതാണല്ലോ അവരുടെ പിന്നെ ഇവരുടെ ചിഹ്നങ്ങളും അവരുടെ അക്ഷരങ്ങളും ഒക്കെ ആലേഖനം ചെയ്തതാണ് ഈ പ്രവേശന കവാടം എന്ന് പറയുന്നത്. നമ്മൾ പതിപോലെ തന്നെ ഇവരുടെ ഈജിപ്ഷ്യൻ്റെ പവലിയനിലെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. പലതരത്തിലുള്ള ഈ വസ്ത്രങ്ങളും, പിന്നെ ഈജിപ്തിലെ കുറച്ചുകൂടെ മറ്റുള്ള GCCകളെക്കാളും കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് എന്നും ഷോക്കേസിൽ സൂക്ഷിക്കാൻ പറ്റിയ വിധത്തിലുള്ള പാത്രങ്ങൾ, പിന്നെ അതുകൂടെ കരകൗശല വസ്തുക്കൾ, അതെല്ലാം നമുക്കിവിടെ അവൈലബിളാണ്. നമുക്ക് വാങ്ങിച്ച് വീടുകളിൽ സൂക്ഷിക്കാം. പിന്നെ തുണിത്തരങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ, പിന്നെ നമ്മുടെ ഇന്നർ വിയറുകൾ, അങ്ങനെ എല്ലാം കണ്ടോ അവർ കാണിച്ച് വെച്ചേക്കുന്ന ഷോക്കേസ് വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ, അതെല്ലാം അവർ പ്രസൻറ്റ് ചെയ്ത്. അതുപോലെ തന്നെ മസാലകൾ, ചിപ്സുകൾ, പിന്നെ അതുകൂടെ തന്നെ നമ്മുടെ ഈ ജങ്ക് ഫുഡുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ലേഡീസിൻ്റെ ആണെങ്കിലും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെല്ലി ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള അറബി ഡ്രസ്സുകളൊക്കെയാണ്. ഇതൊക്കെ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. ഇതൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് കാണാൻ വരുന്ന ആളുകളുണ്ട്. എന്താ പറയുക, എന്തായാലും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, നല്ല ഓരോ രാജ്യങ്ങളുടെ പവലിയനും കയറി ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാൻ പറ്റും. അവരുടേതായ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു എന്താണ് പറയുന്നത്, ഓരോ പവലിയനിൽ ഇറങ്ങി കഴിയുമ്പം തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയത്തതേ ഇല്ല. ഇതിൻ്റെ ഇനി സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.